പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക. വിഷുവിന് മുൻപായി തന്നെ സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്ന തരത്തിൽ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെയാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. നിലവിൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തീരുന്ന ദിവസത്തിന്റെ അന്ന് തന്നെ ധനമന്ത്രി പുതിയ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുകയായിരുന്നു. മാർച്ച് മാസത്തെ പെൻഷൻ മാർച്ച് 26 മുതൽ ഏപ്രിൽ 4 വരെയാണ് സംസ്ഥാനത്ത് നടന്നിരുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ധനമന്ത്രി ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവും പ്രഖ്യാപിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ മാസത്തിലെ 20-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുകയെങ്കിലും ഏപ്രിൽ 14-ന് വിഷു ആയതിനാൽ അതിനു മുൻപ് തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതിനായിട്ടാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഏപ്രിൽ 4-ന് തന്നെ ധനമന്ത്രി പ്രഖ്യാപിച്ചത്. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തിനായി 820 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി. 60 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക. 26 ലക്ഷത്തോളം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കും നേരിട്ട് പെൻഷൻ തുക എത്തിച്ചേരുമെന്ന് ധനമന്ത്രി അറിയിച്ചു. കൂടാതെ 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതമായി 200 രൂപ, 300 രൂപ, 500 രൂപ തുടങ്ങിയ തുകകൾ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. എന്നാൽ ഈ കേന്ദ്രവിഹിതം നൽകുന്നതിന് ആവശ്യമായ 24.3 കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു കുടിശ്ശിക ഗഡു കൂടി ചേർത്ത് 3200 രൂപയുടെ വിതരണം ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഏപ്രിലിൽ തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വർഷം 45,000 കോടി രൂപ കടമെടുക്കാനുള്ളതിന്റെ ഭാഗമായി കടമെടുപ്പ് കലണ്ടർ റിസർവ് ബാങ്കിന് കൈമാറിയെങ്കിലും ഈ സാമ്പത്തിക വർഷം എത്ര തുക കടമെടുക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. 11,000 കോടി രൂപ ആദ്യ 3 മാസത്തേക്ക് കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുകയാണെങ്കിലും കേന്ദ്ര അനുമതി വൈകുന്ന സാഹചര്യത്തിൽ കടമെടുപ്പ് നീളുകയാണ്. ഇതോടെയാണ് വിഷുവിന് മുൻപായി ഒരു ഗഡു പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതും 1600 രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചതും. ഈ തുക അടുത്ത ആഴ്ച വിതരണം ഉണ്ടാകും എന്നും വിഷുവിന് മുൻപ് എല്ലാവർക്കും എത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ആണ് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ഏത് ദിവസമാണ് വിതരണം ആരംഭിക്കുക എന്ന് ധനമന്ത്രി പ്രത്യേകം വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും ആരംഭിക്കുവാനാണ് സാധ്യത കൂടുതൽ. കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കുന്നതിനുള്ള അനുമതി അടുത്തു തന്നെ ലഭിക്കുകയാണെങ്കിൽ ഈസ്റ്ററിനോട് ചേർന്ന് ഒരു കുടിശ്ശിക പെൻഷൻ കൂടി ലഭിക്കുന്നതിനുള്ള ചെറിയൊരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. അല്ലാത്തപക്ഷം ഈ വിഷുക്കാലത്ത് ഏപ്രിൽ മാസ പെൻഷനായി 1600 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.